വീട്ടിലാദ്യം ഗപ്പിനെ കെട്ടിയ ടാങ്കേനി അതിൽ പൊടിയും ചെണ്ടയൊക്കെ വേണം ആകെ നാശമാവാണ്. തൽക്കാലം ഞാൻ അങ്ങനെ ഒരു ഷീറ്റ് വെച്ചിട്ടുണ്ടെങ്കിലും അതിൽ ചെടി ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഒന്നായിട്ട് മൂടി വെക്കണം നല്ലതല്ല. അതുകൊണ്ട് തന്നെ ഒരു നെറ്റ് വാങ്ങിക്കൊണ്ടുവന്ന് ഈ കാണുന്ന കോലത്തിലേക്ക് കണ്ട് മാറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ നേരെ പോയി തൂക്കെട്ടി എടുത്ത് തൂക്കെട്ടിയിൽ കുറച്ചുകൂടി ചെടികളൊക്കെ വെക്കാണ്ട് അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്ന ചെടികളൊക്കെ കൊണ്ടുവന്നൊരു സെറ്റ് ചെയ്യലാണ് പതിവ്. ഇന്ന് കിട്ടിയ ചെടിയും കൊണ്ട് ഞാനും അതും കൂടി ഈ ഒരു കാണുന്ന കോലത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതവിടെ തൂക്കിയതിന് ശേഷം അക്വരത്തിലെ കുറച്ച് കലങ്ങിയ വെള്ളം എടുത്തിട്ട് അതാണ്ട് ഒഴിച്ചു കൊടുത്ത്. ടാങ്കിലെ വെള്ളം ഇങ്ങനെ കലങ്ങിയെന്നറിയാം, മഴ കൊണ്ടിട്ടാ. പക്ഷെ കാളാഞ്ചിൻ്റെ ടാങ്ക് ഉണ്ടാ നല്ല സെറ്റായിട്ട് നിൽക്കണ്, മൂടി വെച്ചോണ്ടാ. കാളാഞ്ചി പൊളിയായിട്ട് അവിടെ നിൽക്കുന്നുണ്ടാ. എന്നാൽ പിന്നെ ബാക്കിയും കൂടി തെളിച്ചേക്കാന്ന് വിചാരിച്ചിട്ട് ആസ്പെറ്റോസിൻ്റെ പഴയൊരു ഷീറ്റ് ഉണ്ടായിരുന്നു വീട്ടിൽ. കണ്ടത്ത് പോയി അതെടുത്തുകൊണ്ട് വന്നിട്ട് അളന്നാണ്ട് കട്ട് ചെയ്ത് ഒരു 3 പീസാണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്ത പീസ് ഈ ഒരു കോലത്തിലുണ്ടാവും കേട്ടോ. അത് മൂടി വെച്ചാൽ ഈ ഒരു രൂപത്തിലേക്കാണ്ട് മാറും. സെറ്റായില്ലേ? ഇത് മാത്രമായിട്ട് വെക്കണ്ടെന്ന് വെച്ചിട്ട് അതും കൂടി റെഡി ആക്കിയിട്ടുണ്ട്. കാളാഞ്ചി ചാടി പോകാതിരിക്കാൻ ഒരു നെറ്റ് വെച്ചിട്ടാട്ടാ ഞാൻ അതിൻ്റെ മുകളിൽ ഷീറ്റ് വെച്ചേക്കണേ. കാളാഞ്ചി വീട് എടുക്കണ കണ്ടില്ലല്ലോ, നല്ല അടിപൊളിയാണ്. നമുക്ക് അടുത്ത എവിടെ കാണാട്ടാ.